Hi friends, welcome to Shilu's kitchen. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പിയിലേക്ക് പോയാലോ? എത്ര കഴിച്ചാലും മതി വരാത്ത നല്ല സ്വീറ്റ് ആയിട്ടുള്ള കോഫി പുഡിങ്ങിന്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അപ്പം മാത്രമേ ഞാൻ ഇതുപോലുള്ള നല്ല വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് വലിയൊരു ബൗളിനകത്തേക്ക് 3 കപ്പ് പാലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതായത് 1/2 ലിറ്റർ പാല്. അതിനുശേഷം നമ്മൾ വേറൊരു ബൗളിനകത്തേക്ക് കോഫി പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കുകയാണിപ്പോൾ. കോഫി പൗഡർ ഞാനിവിടെ ബ്രൂ കോഫിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 പാക്കറ്റ് ബ്രൂ കോഫിയും, അത് 2 രൂപേൻ്റെ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൽ 2 പാക്കറ്റ് ബ്രൂ കോഫിയും അതുപോലെ തന്നെ ഒരു 1/2 പാക്കറ്റോളം ബൂസ്റ്റുമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ചൂടുള്ള പാലിനകത്തേക്ക് നമ്മളിപ്പോൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ബൂസ്റ്റും കോഫിയും നല്ല കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബൂസ്റ്റിന് പകരം വേണമെങ്കിൽ കൊക്കോ പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള പാലിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതായത് ഏതാണ്ട് ഒരു 8 ടേബിൾ സ്പൂണോളം പഞ്ചസാര. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഞാനിപ്പോൾ കുറച്ച് പാലിനകത്ത് കലക്കിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊന്നും ഈ പാലിനകത്തേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കരുത്. നമ്മൾ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്കത് അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി നമ്മളിത് നല്ലൊരു ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റി അടുപ്പിൽ വെക്കണം. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കൈവിടാതെ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്തുകൊണ്ട് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഡയറി മിൽക്ക് ഒരു 4 പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് കോഫി പുഡിംഗ് ആയതുകൊണ്ട് നമുക്കിതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് വരേണ്ട ടേസ്റ്റ് കോഫിയുടെയാണ്. അപ്പോൾ ബ്രൂ കോഫിയുടെ ചെറിയ 2 പാക്കറ്റാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 2 രൂപയുടെ ചെറിയ പാക്കറ്റ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കോഫി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. ഈ ചൂടിലാണ് നമ്മൾ ഡയറി മിൽക്ക് ഇപ്പോൾ മെൽറ്റായിട്ട് വരിക. അപ്പം ഡയറി മിൽക്ക് ചേർക്കുമ്പോൾ നമ്മൾ ഈ ഒരു പുഡിങ്ങിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നല്ല ചോക്ലേറ്റിൻ്റെ നല്ലൊരു ഫ്ലേവറും കൂടി കിട്ടും. ഇനി നമ്മളിത് കൈയെടുക്കാതെ കുറച്ച് സമയം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുള്ള കോൺഫ്ലോറൊക്കെ നമുക്ക് നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ അത് കട്ട പിടിച്ച് പോകാതിരിക്കാനാണ് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. തിക്കാവുന്നവരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്താലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പം നല്ല കിഡിലനായിട്ടുള്ള കഴിച്ചാലും മതി വരാത്ത നല്ലൊരു സൂപ്പറായിട്ടുള്ള പുഡിങ് തന്നെയാണിത്. അപ്പം നിങ്ങളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പം കൊടുക്കാനായാലും അതല്ല നമ്മളെ കുട്ടികൾക്ക് കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണിത്. നമ്മളിതിനകത്ത് ജലാറ്റിനോ അഗറോ അങ്ങനെ ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള പുഡിങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇപ്പോൾ ഏതാണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഏത് ബൗളിനകത്താണോ പുഡിങ് റെഡിയാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ബൗളിനകത്ത് കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ട് ഗ്രീസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സോ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിൽക്കി ബാറാണ് ഗ്രേറ്റ് ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. അതിന് ശേഷം നമ്മൾ പുഡിങ്ങിൻ്റെ മിക്സ് ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളിതൊരു 5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
ഇപ്പോൾ ഒരു 5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ നമ്മളെ പുഡിങ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിതിനകത്തേക്ക് ഞാൻ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഡയറി മിൽക്ക് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല സ്വീറ്റായിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്താൽ മാത്രം പോരാ, നിങ്ങളുടെ ഫീഡ്ബാക്ക് അത് എന്ത് തന്നെ ആയാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിലും നല്ല മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു.